താങ്കളുടെ ഒരു അന്വേഷണത്തിൽ ഇപ്പം ഈ പുരുഷന്മാർ കാര്യം സൂയിസൈഡ് പുരുഷന്മാർ കൂടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പീഡനങ്ങൾ പുരുഷന്മാർക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോഷ്യൽ നിരീക്ഷകരൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കളുടെ അന്വേഷണം, താങ്കൾ കുറേ കാലമായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഇപ്പൊ പഠനം എവിടെ വരെ എത്തി? സ്ത്രീപക്ഷ നിയമങ്ങൾ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ നിയമം വേണം, അത് 100% ശരിയാണ്. പക്ഷെ ഇത് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാല് ഈ സ്ത്രീപക്ഷ നിയമങ്ങള് ഇതിനെക്കുറിച്ച് അവബോധമുള്ളത് പിന്നെ അനാവശ്യമായിട്ട് എടുത്ത് ദുരുപയോഗം ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇവിടെയുണ്ട്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, വ്യാജ കേസുകൾ കൊടുക്കുന്നത് മൂലം സംഭവിക്കുന്ന എന്താണ്, യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം ഈ വ്യാജ കേസുകൾ കൊടുക്കുന്നതുകൊണ്ട് പുരുഷന്മാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ സംരക്ഷണം ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഇത് കിട്ടുന്നില്ല. അപ്പൊ ഇത് സുപ്രീം കോടതി അത് 2014 498 കേസ് പിന്നെ പെട്ടെന്നുള്ള അറസ്റ്റ് നിർത്തണമെന്ന് പറഞ്ഞ് ഗൈഡ്ലൈൻസ് കൊടുത്ത ശേഷം പിന്നെ 2017 സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇവർക്ക് പ്രൊട്ടക്ഷൻ്റെ അടുത്ത ഷീൽഡാണ്, ഇവരുടെ അടുത്ത് സോഡായിട്ട് വാളായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു, ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി 2017 പറഞ്ഞു. എന്നിട്ട് ഫാമിലി വെൽഫെയർ സെന്റർ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അത് മാഡം പറഞ്ഞായിട്ട് ഞാനിപ്പം കുറച്ച് ഈ കേസ് പോയോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കൗൺസിലിംഗും ഈ സാറ് പറഞ്ഞാൽ പകുതി ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ പകുതി സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയുമോ, സാറ് നേരത്തെ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ അവരല്ല ശരിക്കും പ്രശ്നം പരിഹരിക്കണം. പ്രശ്നം പരിഹരിക്കാനുള്ള മാഡം പറഞ്ഞ പോലെ ഇതിന് നമുക്കിവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ അടുത്തേക്ക് വരണം. കാരണം മറ്റൊരിടത്തൊരു കാരണം ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും തിരിച്ചറിയാൻ, കാരണം സ്ത്രീകൾക്ക് എല്ലാ പ്രശ്നങ്ങളും വെളിയിൽ പറയാൻ പറ്റത്തില്ല, പുരുഷന്മാർക്ക് എല്ലാ പ്രശ്നങ്ങളും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് ട്രെയിനായിട്ടുള്ള സൈക്കോളജി സൈക്കാട്രി വിഭാഗം ഇവിടെയുണ്ട്. അവരുടെ അടുത്തേക്ക് വിടാനായിട്ട് കോടതി മുൻഗണന കൊടുത്തിരുന്നെങ്കിൽ ലിവിംഗ് ടുഗദർ ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട്. ഇതല്ല വിഷയം. ഇവര് ഒരുമിച്ച് സാറിനോടും ഇപ്പുറത്തിരിക്കുന്ന മാഡത്തിനോടും ഒരുമിച്ചാണ്. ഈ സ്ത്രീകള് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ നിയമം വേണ്ട എന്ന് നേരത്തെ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ നിയമം വേണ്ടെന്നല്ല പറഞ്ഞു. ഈ നിയമം ഇവിടെ വേണം. പക്ഷെ മിസ്യൂസ് ചെയ്യുന്നതിന് പരിഹാരമായിട്ട് പരിഹാരം എന്ന് ഇങ്ങനെയുള്ള വ്യാജ കേസുകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിച്ച് പണിഷ്മെന്റ് കൊടുക്കണം. കാരണം ഇന്ന് പണിഷ്മെന്റ് ഉണ്ട്. 2000 രൂപ 500 രൂപയിലാണ് ഇന്ന് പല പണിഷ്മെന്റുകൾ ഒതുക്കുന്നത്. 498 കേസുകൾ പോട്ടെ, തെളിയിക്കാൻ പറ്റാത്തത് വിടാം, പോട്ടെ. കാരണം ചില കേസുകൾ പല കാരണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റത്തില്ല, അതിന്റെ കാര്യം വിട്ടു. പക്ഷെ ചില വ്യാജ കേസുകളാണ്, തെളിയുന്ന കേസുകളുണ്ട്, അതിൽ തിരിച്ച് പണിഷ്മെന്റ് കൊടുക്കണം. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലരും പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടുള്ള പല അനുഭവങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പൊ അത് അവരുടെ വേർഷനാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഫാൾസ് ആയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നിയമപ്രകാരം 248 പ്രകാരം ആ ഫാൾസ് കേസിന് 2 വർഷം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസിൽ 2 വർഷവും അതിന് മുകളിലേക്കുള്ള കേസ്, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ്, ഡെത്ത് പെനാൽറ്റി, ഇതിനൊക്കെ ഒരു ഫാൾസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും വളരെ കുറച്ച് മാത്രമേ ശിക്ഷ വരുന്നുള്ളൂ. കേരളത്തിൽ ഒന്ന് വന്നിട്ടുണ്ട്. ആണുങ്ങൾക്കെതിരായിട്ട് കൊടുക്കുന്ന കള്ളക്കേസുകളില് ചാർജ് ചെയ്തോ അല്ലെങ്കിൽ അത് തെളിവിൽ കൊണ്ടുവരുവാനോ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് കോടതിയിൽ വരുമ്പോൾ തെളിയിക്കാൻ പറ്റുന്നില്ല, കോടതി അത് വെറുതെ വിട്ടു പോകുന്നു. കേസുകൾ തന്നെ വളരെ ചുരുക്കമായിട്ട് എടുക്കുന്നുള്ളൂ. ഈ കേസ് അല്ലെങ്കിൽ ഈ വകുപ്പ് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എങ്കിൽ ഒരു വ്യാജ കേസ് ഇവിടെ വരികയില്ല.